കുടുംബ കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എന്ത് രസമുള്ള കാഴ്ചയല്ലേ ബെന്നിച്ച? ബെന്നിച്ചൻ എവിടെ പോയി? എവിടെ ഇരിക്കുകയായിരുന്നോ? ബെന്നിച്ചൻ എന്താ ഇവിടെ ഇരുന്ന് കളഞ്ഞത്? പിന്നെ ഞാൻ എന്താ ഈ കടൽ തീരത്തൂടെ ഓടിച്ചാടി നടക്കണോ? ഓടിച്ചാടി അല്ലെങ്കിലും നടക്കാനല്ലേ വന്നത്, അല്ലാതെ ഇങ്ങനെ മുഖം വീർപ്പിച്ച് മാറിയിരിക്കാന്? നീ മോളെ പറഞ്ഞ് ചൂടാക്കിയത് കൊണ്ടാ അവൾ ഈ ബീച്ചിൽ വരണമെന്ന് ശാഠ്യം പിടിച്ചത്. പപ്പയോടൊത്ത് ബീച്ചിൽ പോണെന്ന് പറഞ്ഞ് അവള് കുറെ നാളായിട്ട് എന്റെ പുറകെ നടക്കുക. അങ്ങനെ ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കാനുള്ള ചുറ്റുപാടൊന്നും നമുക്കില്ല, അത് ഓർക്കണം. പിന്നെ എന്നാ ഇതിനൊക്കെ നമുക്ക് ചുറ്റുപാടുണ്ടാകുക? എന്റെ ബെന്നിച്ച, അവക്ക് വെക്കേഷനാ, അധിക ചെലവില്ലാത്ത ചെറിയ മോഹല്ലേ അവള് നമ്മളോട് പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരു മോഹം ആൾക്കുണ്ടെങ്കിൽ അവൾ എന്നോട് പറയില്ലേ? നിന്റെ വക്കാലത്ത് പിടിക്കണോ? ദേ ബെന്നിച്ച, അടി കൂടാനൊന്നും ഞാനില്ല. ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാനോ മോളോ ഒന്നിനും ഇറങ്ങി പുറപ്പെടാറുമില്ല. ഒന്ന് നടക്കാനിറങ്ങിയത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. തെറ്റു ശരിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. അതൊക്കെ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. മമ്മി, മോള് വിളിക്കുന്നു. മമ്മി വാ, ഈ കടലിലെ വലിയ തിരമാലകൾ കാണാൻ എന്ത് രസവാ. പപ്പ വരാം, മോള് മമ്മിയെ കൂട്ടി പോയിക്കോ. ചെല്ല്. മമ്മി വരാം, മോള് നടന്നു. ബെന്നിച്ചൻ എന്താ പറ്റിയേ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നീ എന്നെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ നീ ഓർത്ത് കാണില്ല, അവൻ അത് എന്നോട് പറയൂന്ന്. ഞാൻ അത്രയ്ക്ക് വലിയ മണ്ടിയൊന്നുമല്ല ബെന്നിച്ച. എന്നാ നീ പറ, എന്നിൽ എന്ത് കുറ്റങ്ങളാ നീ കണ്ടത്? ചെറുതാണെങ്കിലും ഒരു ജോലിക്കാൻ പോകുന്നില്ലേ? കിട്ടുന്ന കൂലി കൊണ്ട് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? ബെന്നിച്ചനത് കണ്ടോ നമ്മുടെ മോളെ? അവൾ വളരുകയാ. അവളെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കണ്ടേ? വീട്ടുവാടക പോലും കൊടുക്കാൻ പറ്റാത്ത ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് ഏത് കാലത്ത് സമ്പാദിക്കാനാ? ആളൊഴിഞ്ഞ ഭാഗത്തിരുന്ന് നന്നായി, ഇല്ലെങ്കിൽ നിന്റെ ഈ പരിഹാസം ആരെങ്കിലും കേട്ടേനെ. അതൊക്കെ നിൽക്കട്ടെ, ബെന്നിച്ചനൊന്ന് എഴുന്നേറ്റേ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. പാ. ഡെയ്സി, എനിക്കൊരു പ്ലാനിങ്ങും ഇല്ലെന്ന് ജോർജിനോട് പറഞ്ഞതാണ് കുഴപ്പം. അതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് സംസാരിക്കാം. വെറുതെ എന്തിനാ മൂട് കളയുന്നേ? വീട്ടിലാവുമ്പോൾ മോളുണ്ടാവും. ഇപ്പൊ അവള് കളിക്കുക. അല്ലെങ്കിലും ഇതിനൊരു തീരുമാനമുണ്ടായിട്ട് മതി വീട്ടിൽ പോകുന്നതൊക്കെ. മോളെ, ഒന്നിങ്ങ് വന്നേ. എന്താ മമ്മേ? മോളെ, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാ? 24 മണിക്കൂർ.
ഒരു മനുഷ്യൻ എത്ര മണിക്കൂർ ഉറങ്ങും? 6 മുതൽ 10 മണിക്കൂർ വരെ. ഒരു മനുഷ്യൻ ശരാശരി എത്ര മണിക്കൂർ ജോലി ചെയ്യും? ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ. അല്ലാത്തത് എനിക്ക് അറിയില്ല മമ്മി. ഓക്കെ, ഇതൊക്കെ മോള് എവിടുന്നാ പഠിച്ചേ? സ്കൂളിൽ നിന്ന്. മോള് പോയി കളിച്ചു. ബെന്നിച്ചൻ എത്ര മണിക്കൂർ ജോലി ചെയ്യും? ഞാൻ ചെയ്യുന്ന ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന അത്ര മണിക്കൂർ. അത് എത്രയാ? 2-2.5 മണിക്കൂർ. ബാക്കി സമയം എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ബാക്കി കുറെ മണിക്കൂറുകൾ ഉണ്ടെന്ന് കരുതി ഞാൻ തുള്ളിച്ചാടണോ? ബെന്നി ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാ ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത ആളാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. നീ മോളെ വിളിക്ക്, പോകാം. അവള് കുറച്ചുകൂടി കളിക്കട്ടെ. നിങ്ങൾ പിന്നെ വന്നു. ഗേറ്റ് കയറുന്ന ബസ് കിട്ടും. ഞാൻ പോവാ. വണ്ടി എവിടെ? വണ്ടി കള്ളം കൊണ്ടുപോയി. നിങ്ങൾ പോയിക്കോ, ഞാൻ വന്നേക്കാം. പപ്പ എഴുന്നേക്ക് പപ്പ. വീട്ടിലെത്തും മുമ്പ് അവള് ബഹളം തുടങ്ങി പപ്പയുടെ അടുത്ത് പോണെന്ന്. ബുള്ളറ്റ് പോയതിനോട് കൂടി ഞാനാകെ. സാരമില്ലെന്നേ, വിഷമിക്കാതെ. പപ്പ നമുക്ക് വീട്ടിൽ പോവാ. സ്രഷ്ടാവായ ദൈവം സ്രഷ്ടാവ് മാത്രമല്ല, അവിടുന്ന് നല്ലൊരു പിതാവും കുടുംബനാഥനുമാണ്. ക്രൈസ്തവ വിശ്വാസ വഴിയെ അനേകം ആളുകൾ ഇന്നും സ്വമനസാലെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ ദൈവത്തെ പിതാവായും കുടുംബനാഥനായും അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ദൈവം തന്നെ പിതാവായി കുടുംബനാഥനായി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇഹലോകത്തിൽ അദൃശ്യനായ ഈ പിതാവിൻ്റെ, ഈ അപ്പൻ്റെ സാന്നിധ്യം ദൃശ്യമാക്കാനുള്ള, അനുഭവമാക്കി മാറ്റാനുള്ള വലിയ വിളിയും ദൗത്യവും സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഓരോ കുടുംബനാഥനും. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ഈ തരുണത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന, എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്.
എഫേസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21 തുടങ്ങിയ വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 21-ാമത്തെ വചനം ഇതാണ്: ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. തുടങ്ങി 22ലേക്ക് നമ്മൾ പോകുന്നു: ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ ആ പിതൃത്വത്തെ വ്യക്തമാക്കാൻ, പ്രകടമാക്കാൻ സഭ തന്നെ, ദൈവം തന്നെ ഓരോ പുരുഷനെയും നിയമിച്ചാക്കുകയാണ് വിവാഹത്തിലൂടെ. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഓരോ ഭാര്യയും ഭർത്താവിനെ ആദരിക്കേണ്ടത്. പക്ഷെ ചില ഭാര്യമാർ ഈ വചനം അവരെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്: അച്ഛാ, ഈ ബൈബിളിൽ പറയുന്നത് പോലെ എൻ്റെ ഭർത്താവ് പ്രവർത്തിച്ചാൽ ഞാൻ വിധേയപ്പെട്ടിരുന്നാൽ പോരെ? അവർ ചോദിക്കുന്നതിൽ കാര്യമില്ലേ? ക്രിസ്തുവിൻ്റെ ആ പിതൃത്വത്തെ ഇഹലോകത്തിൽ വ്യക്തമാക്കാൻ കടപ്പെട്ടവനാണ് ഓരോ കുടുംബനാഥനും. ആ കുടുംബനാഥൻ അത്തരത്തിൽ ക്രിസ്തുവിൻ്റെ പിതൃത്വത്തെ, കുടുംബനാഥൻ്റെ സവിശേഷതയെ പ്രകടമാക്കേണ്ടത് മുഖ്യമായും തൻ്റെ കാര്യഗൗരവത്തിലൂടെയാവണം, കാര്യശേഷിയിലൂടെയാവണം. ഒരു കുടുംബത്തിന് നേതൃത്വം നൽകുന്ന കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന ഭാര്യയുടെ, മക്കളുടെ, മറ്റാശ്രിതരുടെ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കുടുംബനാഥന്മാർക്ക് ഈ ഒരു കാര്യഗൗരവമുണ്ട്? ചിലപ്പോഴെങ്കിലും സ്വാർത്ഥതയാൽ, തന്നിഷ്ടത്താൽ, തങ്ങളുടെ സുഖങ്ങൾ മാത്രം അന്വേഷിച്ച് പോകുന്ന ചുരുക്കം ചില കുടുംബനാഥന്മാരെ കാണുമ്പോൾ ഈ വചനമൊന്നും അവരുടെ മനസ്സിലില്ലേ എന്നുള്ള ചിന്തയുണ്ടാകും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കിക്കേ. നമ്മുടെ പ്രശ്നപൂരിതമായ ഏതാനും ചില കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ ആ നല്ല ശതമാനം കുടുംബങ്ങളും പ്രശ്നപൂരിതമായി തീരാൻ ഒരടിസ്ഥാന കാരണം അവിടെ കാര്യക്ഷമതയുള്ള, കാര്യശേഷിയുള്ള ഒരു കുടുംബനാഥൻ്റെ സാന്നിധ്യം ഇല്ല എന്നതല്ലേ? ദൈവം കാര്യഗൗരവമുള്ളവനാണ്. നോക്കിക്കേ, സൃഷ്ടി എങ്ങനെയാണ് ദൈവം നടത്തുന്നതെന്ന്. സൃഷ്ടാവായ ദൈവം വെറും സൃഷ്ടികർത്താവ് മാത്രമല്ല, പിന്നെയോ പരിപാലകൻ കൂടിയാണ്. ഇത്തരത്തിൽ പരിപാലകനായ ആ ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ വിവരണം നാം നടത്തുന്നത് കാണുമ്പോൾ പ്ലാൻ ചെയ്യുന്ന ഒരു ദൈവത്തെ കാണുന്നില്ലേ? കാര്യക്ഷമതയുള്ള, കാര്യശേഷിയുള്ള ഒരു ദൈവത്തെ കാണുന്നില്ലേ? ദൈവം തീർച്ചയായിട്ടും കാര്യക്ഷമതയുള്ളവനാണ്. ഞാൻ ദൈവത്തെ ഒരു മാനുഷിക തലത്തിൽ കാണുകയാണ്. ഒരു കുടുംബത്തിന് രൂപം നൽകുന്ന ഒരു കുടുംബനാഥൻ കാര്യഗൗരവമുള്ളവനാകണം. കാര്യഗൗരവമില്ലാതെ വരുമ്പോൾ കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകും. കുടുംബനാഥൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, താൻ ഇരിക്കേണ്ട സ്ഥാനത്തിരിക്കാതെ പല വഴിക്ക് പോയാൽ കുടുംബനാഥൻ അവിടെ കയറി ഇരിക്കേണ്ടി വരും, മക്കൾ അവിടെ കയറി ഇരിക്കേണ്ടി വരും. അപ്പോൾ കുടുംബം പോകേണ്ട വഴിക്ക് പോവുകയില്ല. ഞാനിത് പറയുമ്പോൾ അടുത്തയിടെ എൻ്റെ അടുത്ത് വന്ന ഒരു കുടുംബനാഥയെ ഓർക്കുക. എൻ്റെ മുന്നിൽ വന്ന് ഒരു കണ്ണീര് വാർക്കുക. പ്രധാന പ്രശ്നം അവർക്ക് സ്ഥലമില്ല, വീടില്ല എന്നതാണ്. ഈ സ്ഥലമില്ലാത്ത, വീടില്ലാത്ത ഈ കുടുംബനാഥയും മക്കളും കുടുംബനാഥനോടൊപ്പം ഇങ്ങനെ വാടകയ്ക്ക് കഴിഞ്ഞു പോവുക.
ഇപ്പോഴും ഒരു 2 സെൻറ്റ് സ്ഥലം 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ള ഒരു താല്പര്യമില്ല കുടുംബനാഥന്. ഞാൻ ചോദിച്ചു, ഈ കുടുംബനാഥനെ മദ്യപിക്കുമോ? കുടുംബനാഥ പറഞ്ഞു, അതേ പണിയുള്ളച്ച. കൈ കിട്ടുന്നത് മുച്ചൂടും ഇതിനു വേണ്ടി ചിലവഴിക്കുക. ഞാൻ പറയും, ഈ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൈകളിലേക്ക് ദൈവം ഭരമേൽപ്പിച്ച ഭാര്യയെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച് വിചാരമില്ലാതെ പോകുന്നു, കാര്യഗൗരവമില്ലാതെ പോകുന്നു. ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനോട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ചില ആളുകളുടെയൊക്കെ സഹായം തേടിയപ്പോൾ അത്തരത്തിൽ ഒരാൾ എന്നോട് ചോദിച്ചത് ഞാൻ ഓർക്കുക. എന്നോട് അദ്ദേഹം പറഞ്ഞു, വെച്ചാൽ ഇവരെയൊക്കെ സഹായിക്കേണ്ടതാണ്. കൂട്ടിച്ചേർത്തു അദ്ദേഹം, നല്ല ശതമാനം ആളുകൾക്കും ഈ 2 സെൻറ്റ് സ്ഥലം പോലും, അല്ലേ ഒന്ന് കയറി കിടക്കാനായിട്ടൊരു ചെറിയ വീട് പോലും ഇല്ലാത്തതിന് കാരണം അവരുടെ നോട്ടപ്പശകല്ലേ അച്ഛാ. ഇങ്ങനെയുള്ള ആളുകൾ, കൂലിപ്പണിയെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ ഒരു 100 രൂപ 50 രൂപ ഒരു ദിവസം മിച്ചം വെച്ചാൽ എന്തുമാത്രം അവർക്ക് ഉണ്ടാക്കാമായിരുന്നു. ഞാനൊരു വീടിനെ പറ്റി പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ആ കുടുംബനാഥന് എത്ര വർഷമായിട്ട് അധ്വാനിക്കുന്നതാണ്? ഞാൻ പറഞ്ഞാണ്ട് ഒരു 30 വർഷമായിട്ട് അധ്വാനിക്കുന്നതാണ്. ഈ 30 വർഷത്തെ 365 കൊണ്ട് ഗുണിച്ചാൽ എത്ര ദിവസമായി? ഇനി 5 ദിവസം പണിയുള്ളെന്ന് വിചാരിക്കും. എത്ര ദിവസം പണി ചെയ്തു? ഒരു ദിവസം 100 രൂപ മിച്ചം വെച്ചിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് ഉണ്ടാക്കാമായിരുന്നു. പലപ്പോഴും ഇല്ല എന്നുള്ള ഒരു പരിഭവമാണ് പറയുന്നത്. എനിക്കും അനുഭവം ഉള്ളതാണ്. അടുത്തിടെ വീട് വെച്ച് കൊടുക്കുന്നതിനോട് ബന്ധപ്പെട്ട് കുറേ കുടുംബങ്ങളെ വിളിച്ചപ്പോൾ ചില കുടുംബങ്ങൾക്ക് നമ്മൾ ഇത് നിരസിക്കേണ്ടി വന്നു. അതിന് കാരണം ഇവർക്ക് ഒരു കാര്യഗൗരവം ഇല്ല. പ്രത്യേകിച്ച് ഈ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം കൈ കിട്ടുന്നതെല്ലാം അടിച്ചു പൊളിച്ച് കളയുന്ന രീതിയാണ്. 1 രൂപ പോലും പിറ്റേന്നത്തേക്ക് വയ്ക്കാൻ പറ്റുന്നില്ലാത്ത സാഹചര്യം. ഇത്രയും കിട്ടുന്നുള്ളതുകൊണ്ട് എന്നാ വെക്കാനാണെന്ന്. പരിപാലകനായ ദൈവത്തെ നമ്മൾ കാണുന്നു. ഒരു കുടുംബനാഥന് ആ കുടുംബത്തെ പരിപാലിക്കാൻ പറ്റേണ്ടതല്ലേ? അതിന് കണക്കുകൂട്ടലുണ്ടാവേണ്ടതല്ലേ? പ്ലാനിങ് ഉണ്ടാവേണ്ടതല്ലേ? ഇത് പറയുമ്പോഴാണ് ചില കുടുംബനാഥന്മാർ ഒരു കണക്കുകൂട്ടലും ഇല്ലാതെ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നും കടം വാങ്ങിക്കില്ല. നമ്മുടെ ചില ഭാഗങ്ങളിലൊക്കെ ഈ വഴി നന്നാക്കുന്ന പോലെ എന്നും ഈ കുഴിയടക്കിയ പണി. മണ്ണിട്ട് കുഴിയടയ്ക്കും, മെറ്റിലിട്ട് കുഴിയടയ്ക്കും. എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഇത് പഴയ പടിയാകുക ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഒരു കടം വീട്ടാൻ വേണ്ടി മറ്റൊരു കടം വാങ്ങിക്കുന്ന രീതി ആളുകൾക്കുണ്ട്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന കുറേ ആളുകൾക്കെങ്കിലും ഇത്തരത്തിൽ കടമില്ലേ? ഒരു കണക്കുകൂട്ടലുമില്ല. നാളെ ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണെന്നോ പലിശയടക്കം തിരിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു കണക്കുകൂട്ടലില്ല, പ്ലാനിങ് ഇല്ല. കുടുംബത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ചിന്തയില്ലാതെ പോകുന്ന ആളുകൾ. ഒരു കുഴി മറ്റൊരു സാധനം കൊണ്ട് മൂടുന്ന അവസ്ഥ. അപ്പോൾ എവിടെ നിന്നാണോ ഈ മൂടാൻ സാധനം എടുത്ത് അവിടെ കുഴിയായി എന്ന് പറഞ്ഞാൽ ഒരു കടം മറ്റൊരു കടം കൊണ്ട് വീട്ടുന്ന സാഹചര്യം. തൽക്കാലം കാര്യങ്ങൾ എങ്ങനെ പോകട്ടെ എന്ന് ചിന്തിച്ച് പോകുന്നവർ, ഭാവിയെക്കുറിച്ച് കണക്കുകൂട്ടലില്ലാത്ത ആളുകൾ. അതുകൊണ്ട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബം അന്യം നിന്ന് പോകാതിരിക്കാൻ ഉത്തരവാദിത്വ ബോധത്തോടെ, കണക്കുകൂട്ടലോടെ, പ്ലാനിങ്ങോടെ കുടുംബനാഥന്മാർ കാര്യങ്ങൾ ചെയ്യണം. ചില കുടുംബനാഥന്മാരുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ നീറ്റുവെയും. നിങ്ങളുടെ തന്നെ കുടുംബത്തിൽ അങ്ങനെയില്ലേ കുടുംബനാഥന്മാർ? ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു ക്ലേശത്തിന്, ഈ ഒരു സഹനത്തിന് കാരണം അതായിരുന്നില്ലേ? എൻ്റെ അപ്പൻ, എൻ്റെ വല്യപ്പൻ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം വരികയില്ലായിരുന്നുവെന്ന് പറയുന്ന ആളുകളില്ലേ? അതുകൊണ്ട് കാര്യഗൗരവം കുടുംബത്തെ സംബന്ധിച്ച്, കുടുംബാംഗങ്ങളെ സംബന്ധിച്ചുണ്ടാകണമെന്ന് പറയുന്നത് പോലെ തന്നെ കൃത്യനിഷ്ഠ ഉണ്ടാവണം. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ പറ്റണം. ഇതിനോട് ബന്ധപ്പെട്ട ഈ വീതം വയ്പ്. തൊട്ടടുത്ത ദിവസവും ഒരു മകൻ വലിയ പ്രശ്നമായിട്ട് വന്നു. ഈ സ്വത്ത് ആരുടെയും പേരിൽ എഴുതി വെച്ചിട്ടില്ല. അപ്പം മരിച്ചു. ഈ മക്കളെല്ലാം കൂടെ കിടന്നിട്ട് വഴക്ക് പിടിക്കുന്ന സാഹചര്യം. പെണ്ണുങ്ങൾ ഉൾപ്പെടെ അവകാശവാദമായിട്ട് വന്നിരിക്കുക.
ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരാണ്. അന്ന് വരെ ഇവർ തമ്മിലുണ്ടായിരുന്ന സ്നേഹമൊക്കെ പോയി. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന സാഹചര്യം, കുറ്റം ആരോപിക്കുന്ന സാഹചര്യം. ഇതിനെല്ലാം കാരണക്കാരൻ ആരാ? ഈ അപ്പനാ. കാരണം മരണം ഉടനെ ഒന്നും സംഭവിക്കുകയില്ല, ഉടനെ എങ്ങും വരികയില്ല എന്നുള്ള ചിന്തയിൽ കണക്കൂട്ടില്ലാതെ പോയതാണ്. അതുകൊണ്ട് കൃത്യനിഷ്ഠ പ്രധാനപ്പെട്ടതാണ്. അത് ഈ വീതം വെച്ച് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ കൃത്യനിഷ്ഠ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊക്കെ കണക്ക് കൂട്ടാൻ പറ്റുമല്ലോ, പ്ലാൻ ചെയ്യാൻ പറ്റുമല്ലോ. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ ആരും വിളിച്ചു കൊണ്ടുവരുന്നതല്ലല്ലോ, അത് നമ്മെ തേടിയെത്തുന്നതല്ലേ. അതെപ്പോഴും വരാം, വചനത്തിൽ തന്നെ നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് മരണഭീതിയോടെ ഇതൊക്കെ നേരത്തെ ചെയ്യണമെന്നല്ല, ബുദ്ധിപൂർവം ചെയ്യണമെന്നാണ്. കാരണം ബന്ധങ്ങൾ നമുക്ക് ശാശ്വതമായി കൊണ്ടുപോകാൻ പറ്റേണ്ടതാണ്. എൻ്റെ കാലത്ത് എൻ്റെ മക്കൾ തമ്മിലുള്ള നല്ല ബന്ധമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കാലശേഷം അതില്ലാതെ പോകുന്ന സാഹചര്യം. ഓരോന്നും നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതാണ്. ചില കുടുംബനാഥന്മാർ അങ്ങനെ ചെയ്യാതെ പോകുന്നു, കൃത്യനിഷ്ഠയില്ല, ഓരോന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പോകുന്നു. ഞാൻ ഉദാഹരണം പറയാം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സാധനം അവൻ പഠിക്കാതെ പോയാൽ അങ്ങനെ ഇരിക്കും. ഞാൻ അടുത്ത വർഷമേ പഠിക്കുന്നുള്ളെന്ന് വിചാരിച്ചാലോ, പിന്നിൽ പോയില്ലേ? ഇതുപോലെ തന്നെയാണ് കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന കുടുംബനാഥന്മാർ കൃത്യമായി മക്കളോട്, ജീവിത പങ്കാളിയോട്, കുടുംബത്തിൻ്റെ ഭാവിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ എളുപ്പമായി, ക്രമക്കേടുണ്ടാവില്ല. ഈ വിദേശീയരായ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ മുറിയും മറ്റുമൊക്കെ ക്രമമായിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സാധനം നമ്മൾ ഒരിടത്തു നിന്ന് എടുത്താൽ അത് സ്ഥലം മാറ്റി വയ്ക്കരുത്. എവിടെ നിന്നാണോ എടുത്തത് അവിടെ തിരിച്ചു വെച്ചാൽ മുറി ക്രമമായിട്ട് പോകും. പലപ്പോഴും മുറിയിൽ ക്രമക്കേടുണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു സാധനം എടുത്തിട്ട് അത് പഴയ സ്ഥലത്ത് വയ്ക്കാതെ മറ്റൊരു സ്ഥലത്ത് വെച്ചാൽ ക്രമം തെറ്റി. ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ ആ കുടുംബത്തിനൊരു ക്രമം ഉണ്ടാവും. അവിടെ പിന്നീട് ഒരാക്ഷേപത്തിനുള്ള വകയൊന്നുമില്ല. അതുകൊണ്ട് ദൈവപിതാവ് പരിപാലിക്കുന്നവനാണ്, സൃഷ്ടിച്ചവയെ പരിപാലിക്കുന്നവനാണ്, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നവനാണ്, കണക്ക് കൂട്ടലുള്ളവനാണ്. അതേ സ്വഭാവം തന്നെ ഓരോ കുടുംബനാഥനും ഉണ്ടാവണം. ചെയ്യേണ്ടവ കൃത്യമായി ചെയ്തു കൊടുക്കാൻ സാധിക്കണം. അവിടെയാണ് ബന്ധങ്ങൾ ശാശ്വതമായി പോകുന്നത്. അത്തരത്തിൽ തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ കുടുംബനാഥനെന്ന നിലയിൽ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തിട്ടുള്ള കുടുംബനാഥന്മാരാണ് നമ്മുടെ കുടുംബത്തിന് എന്നും അഭിമാനമായി ഉള്ളത്. എത്രയോ അത്തരത്തിലുള്ള കുടുംബനാഥന്മാരുണ്ട്. സ്വന്തം സുഖം നോക്കാതെ, സ്വന്തം താല്പര്യം നോക്കാതെ, സ്വന്തമായ വഴിക്ക് പോകാതെ കുടുംബത്തിൻ്റെ നന്മ ലാക്കാക്കി കണക്ക് കൂട്ടലോടെ, പ്ലാനിങ്ങോടെ, കൃത്യനിഷ്ഠയോടെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവർ. അങ്ങനെ നമുക്ക് അനേകം കുടുംബങ്ങളുണ്ട്, കുടുംബനാഥന്മാരുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുകയാണ്. അവരുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ പ്രവീൺ വർഗീസ്, ഷെയർഖാൻ ലിമിറ്റഡ് എന്നൊരു ധനകാര്യ സ്ഥാപനത്തിൽ റിലേഷൻഷിപ്പ് മാനേജറായി ജോലി ചെയ്യുന്നു. മരിയാപുരത്ത് ഭാര്യയോടും 2 മക്കളോടുമൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. കൂടെ അപ്പച്ചനും അമ്മൂച്ചിയുമുണ്ട്. മരിയാപുരം ജോൺ ബോസ്കോ ചർച്ചിൽ ഞാൻ മതബോധന അധ്യാപകനായും സേവനം ചെയ്യുന്നുണ്ട്. നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് 2 സംസ്കാരങ്ങളിൽ നിന്ന്, 2 കുടുംബങ്ങളിൽ നിന്ന് വരുന്ന 2 വ്യക്തികൾ ഒന്നു ചേരുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അത് ഒരിക്കലും ഒഴിവാക്കാനാകില്ല. അത് കുടുംബജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ ബോധപൂർവമായ ശ്രമം അത് ഒഴിവാക്കാനായി നമ്മുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വിവാഹത്തിന് മുമ്പ് എൻ്റെ ആധ്യാത്മിക പിതാവ് എന്ന് പറയാവുന്ന ഫാദർ ജോൺസൺ ചിറ്റിലപ്പള്ളി അച്ഛൻ തന്ന ചില ഉപദേശങ്ങളാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞത് ഇതാണ്: പ്രവീനെ, നീ കംപ്ലീറ്റ് അല്ല, നീ പെർഫെക്റ്റ് അല്ല. അതുപോലെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന നികിതയും പെർഫെക്റ്റ് അല്ല. അവൾക്ക് ഒത്തിരിയേറെ പോരായ്മകളുണ്ടാകും. ആ പോരായ്മകളെ നികത്താൻ വേണ്ടിയാണ് നീ ശ്രമിക്കേണ്ടത്. അവളുടെ കുറവുകളെ നികത്താനാണ് നീ ശ്രമിക്കേണ്ടത്. അല്ലാതെ ആ ഒരു പ്രശ്നത്തിൽ, ആ ഒരു പോരായ്മയെ നീ വലിയ കാര്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരിയേറെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിയിക്കാം. അത് ഒഴിവാക്കാൻ നീ പരിശ്രമിക്കണം എന്നെല്ലാം അച്ഛൻ പറഞ്ഞപ്പോൾ, അച്ഛൻ്റേതായ രീതിയിൽ പറഞ്ഞപ്പോൾ അതെന്നെ വളരെയേറെ സ്പർശിച്ചു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. അതായത് എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ എൻ്റെ ഭാര്യയോട്, എൻ്റെ ജീവിത പങ്കാളിയോട് ദേഷ്യപ്പെട്ടില്ല എന്നൊരു തീരുമാനം ഞാൻ എടുക്കുകയുണ്ടായി. അത് പാലിക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു.
ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 5.5 വർഷമായി. ഇതുവരെയും എനിക്ക് ആ ഒരു തീരുമാനം പാലിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങളിലും എന്നതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം നേരിടുമ്പോൾ ദേഷ്യം അതിനുള്ളിൽ കടന്നു വരാതിരിക്കാനായി പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ വളരെ ലളിതമായി പരിഹരിക്കുന്നതിന് ഒത്തിരിയേറെ അത് സഹായിച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ എൻ്റെ 5ാം വിവാഹവാർഷികത്തിൻ്റെ സമയത്ത് ലോ ഓഫ് അക്കാഡമി സെഷനിൽ ഞാനത് ഷെയർ ചെയ്യുന്ന സമയത്ത് അവരത് ഒത്തിരിയേറെ കൗതുകത്തോടെ കേട്ടു. അപ്പോൾ എനിക്ക് ഷെയർ ചെയ്യേണ്ടായ കാര്യം ഇതാണ്. തുടക്കത്തിൽ എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നി, ദേഷ്യം വരാതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. എന്നാൽ ഇപ്പോൾ അതെൻ്റെ ഒരു റൂട്ടീൻ്റെ ഭാഗമാണ്. എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ പോലും ഇപ്പോൾ ദേഷ്യം വരാറില്ല. എന്ത് പ്രശ്നം വന്നാലും പങ്കാളിയോടോ അമ്മയോടോ കുടുംബത്തിൽ ഞാൻ ദേഷ്യപ്പെടാറില്ല. മക്കളോട് പോലും ദേഷ്യപ്പെടുന്നത് അത്ര അത്യാവശ്യമുള്ള സമയങ്ങൾ മാത്രമാണ്. ഇത്തരം കൊച്ചു കൊച്ചു ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഇത്തരത്തിൽ ഈ ഒരു തീരുമാനമെന്നല്ല, ഒത്തിരിയേറെ നല്ല തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമ്മളെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ അത് സഹനങ്ങൾ തന്നെയാണ്. ആ സഹനങ്ങൾ നമ്മൾ ക്രിസ്തുവിൽ സഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. എൻ്റെ പേര് നികിത. ഞാൻ മരിയാപുരം മിഷൻ ഹോം LP സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണ്, പെൺകുട്ടികൾ. ആദ്യത്തെ ഉണ്ണിയുടെ പേര് അന്ന, രണ്ടാമത്തെ ഉണ്ണിയുടെ പേര് ഹെയിൽമേരി. എല്ലാ കുടുംബത്തുണ്ടാകുന്ന പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അനുഭവപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ദേഷ്യം വരുന്നൊരു പ്രകൃതമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലും അപ്പച്ചനായാലും അമ്മച്ചിയായാലും ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളിങ്ങനെ തർക്കിക്കും. ന്യായീകരണം കൂടുതലാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പം എനിക്കതുകൊണ്ട് അതിനോട് ഞാനും അങ്ങനെ തന്നെ ആയതുകൊണ്ട് എനിക്കതിനോടൊരു ഭാഗത തോന്നിയിട്ടില്ല. എനിക്കത് തെറ്റല്ല എന്നുള്ളത്. കാരണം അപ്പച്ചനായാലും അമ്മച്ചിയായാലും ഞങ്ങളിങ്ങനെ പരസ്പരം അങ്ങനെ ആയതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോഴാണ് എല്ലാവരും ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. അപ്പച്ചനായാലും പ്രവീൺ ചേട്ടൻ്റെ അപ്പച്ചനായാലും അമ്മച്ചിയായാലും പ്രവീൺ ചേട്ടനായാലും ഒന്നിനും ഒരു നിർബന്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത പറയുക അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി അയ്യോ എനിക്കിപ്പോൾ ആകെ ഒരു അസ്വസ്ഥത. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യപ്പെടാനുള്ള അവസരങ്ങൾ തീരെ ഇല്ല. ഞാൻ അഥവാ ദേഷ്യപ്പെട്ടാൽ തന്നെ തിരിച്ച് ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു 2 കൈ അടിക്കുമ്പോഴേ സൗണ്ട് ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ തിരിച്ചാരും റെസ്പോണ്ട് ചെയ്യാണ്ടാകുമ്പോൾ എനിക്ക് അത് ശരിക്കും ഞാൻ തന്നെ തണുത്തു പോകുന്നൊരവസ്ഥ. ഇപ്പം മക്കളായാലും എനിക്ക് തോന്നുന്നു അവരെ ചീത്ത പറയുമ്പോൾ അവർ പെട്ടെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാലൊക്കെ പെട്ടെന്ന് അനുസരിക്കും അവർ. അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ എനിക്ക് ഒരുപാട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവചൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന കാരണം ഇപ്പോൾ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ഇപ്പോൾ എന്തെങ്കിലും കൃത്യസമയത്ത് എത്താനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലെങ്കിലും ഇപ്പം എത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എത്തിയില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥതയാണ്. പക്ഷേ ഞാൻ ദേഷ്യപ്പെട്ടുമ്പോൾ തിരിച്ചൊന്നും അത് ഇങ്ങനെ നിന്നതുകൊണ്ട് വളരെ സമാധാനത്തിൽ എന്നോട് പറയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര വിഷമം തോന്നും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴിവായി പോകുന്നുണ്ട്. കുറച്ച് വിഷമങ്ങൾ മിണ്ടാതിരുന്നാൽ തന്നെയും അതിനെ വർത്തമാനം പറഞ്ഞ് കൂടുതൽ വഷളാക്കാണ്ട് അത് ഒതുങ്ങി പോകാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്കെന്നും മാതൃകയാണ്. അവിടുത്തെ പുത്രനായ യേശു ഞങ്ങൾക്കെന്നും കുടുംബജീവിതത്തിന് മാതൃകയാണ്. ദൈവമേ, അവിടുന്ന് സൃഷ്ടാവ് മാത്രമല്ല, പരിപാലകനുമാണ്. അവിടുത്തെ കരങ്ങളിൽ ഉള്ള എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കാൻ തക്കവിധം അവിടുന്ന് ഓരോ നിമിഷവും കൃത്യനിർവഹണത്തിൽ മുന്നോട്ട് പോകുന്നു. വീഴ്ച വരുത്താതെ, ക്രമക്കേടുണ്ടാകാതെ. ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുടുംബനാഥന്മാർക്ക് അങ്ങാണ് ദൈവമേ മാതൃക. ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ കൃത്യനിഷ്ഠയോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യാൻ ഞങ്ങളുടെ കുടുംബനാഥന്മാർക്കാകണം. അങ്ങനെയുള്ള കുടുംബനാഥന്മാർ ഒട്ടനേകം ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. വീഴ്ചകൾ വരുത്തുന്ന ആളുകൾ തങ്ങളുടെ വീഴ്ചകളെ പരിഷ്കരിച്ച് അവിടുത്തെ ഇച്ഛ പോലെ കുടുംബങ്ങൾക്ക് നേതൃത്വം നൽകാൻ വലിയ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെ
തിരുഹൃദയമേ തിരുസന്നധിയിൽ സമർപ്പിക്കുന്നു. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ.